സ്വന്തം വീട്ടിൽ നിന്നും അച്ഛനോട് എതിർത്ത് സുധീഷിൻ്റെ കയ്യും പിടിച്ച് നിധി സുധീഷിൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി നീ ഒന്നിവിടെ നിൽക്ക്, എനിക്കൊന്ന് അകത്തേക്ക് പോയിട്ട് വരണം. അപ്പോൾ സുഭാഷ് പറയുകയാണ്, എന്താ സുധീഷേ, എന്തിനാ ഇപ്പോൾ നീ തിരിച്ചു പോകുന്നത്? വാടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല സുഭാഷ് ഏട്ടാ, ഒന്ന് നിൽക്ക്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സാധനം എടുക്കാനുണ്ട്, ഞാനതെടുത്തിട്ട് ഉടനെ വന്നേക്കാം, നിങ്ങളിവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് സുധീഷ് വീട്ടിലേക്ക് കയറി പോവുകയാണ്. അവിടെ രാജീവനും അരുണും ഒക്കെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. സുധീഷ് തിരിച്ചു വരുന്നത് കാണുമ്പോൾ രാജീവൻ ചോദിക്കുകയാണ്, എന്തിനാടാ നീ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, ഒരു ആവശ്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാനത് ഇപ്പം അങ്ങ് പോയിക്കോളാം. അരുണ് അരുണിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ചെകിട്ടത്ത് ചോദിക്കുകയാണ്, നീ എന്താടാ ചെയ്തത്? എൻ്റെ വീട്ടിൽ വന്ന് എന്നെ നീ തല്ലാറായോ? നിനക്ക് അത്ര അഹങ്കാരമാണോ? അച്ഛാ, ഇവന് വെറുതെ വിടരുത്, അവൻ അത്ര അഹങ്കാരമായി, ഇതൊന്നും കിട്ടിയത് പോരാന്ന് തോന്നുന്നു. അപ്പോൾ രാജീവൻ സുധീഷിൻ്റെ കോളറിൽ കയറി പിടിക്കുന്ന സമയത്ത് സുധീഷ് രാജീവിൻ്റെ കൈയും തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്നിട്ട് അരുണിൻ്റെ കോളറിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നിനക്കിത് തരണമെന്ന് നേരത്തെ വിചാരിച്ചിരുന്നതാണ്. നിൻ്റെ വീട്ടിൽ വന്നിരുന്ന സമയത്ത് നിൻ്റെ അടിമയായിട്ട് ഞാൻ നിന്നു. അത് നിന്നെ പേടിച്ചിട്ടോ നിൻ്റെ അച്ഛനെ പേടിച്ചിട്ടോ അല്ല. നിധിയോടുള്ള സ്നേഹം ഒന്ന് മാത്രം കൊണ്ടാണ് ഞാൻ ഇവിടെ പിടിച്ചു തൂങ്ങി നിന്നത്. നീയൊക്കെ എന്നെ ചവിട്ടി അരച്ചില്ലേ, അതിനൊക്കെ നീ അനുഭവിക്കണം. ഇത് ഒരു ചെറിയ സാമ്പിൾ മാത്രം. ഇനി മേലാൽ എൻ്റെ കാര്യത്തിൽ നീ ഒന്ന് ഇടപെടരുത്. സുധീഷിനെ നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളല്ല, അവൾക്ക് വേണ്ടി ഞാൻ പ്രതികരിക്കാതിരുന്നതാണ്. അരുണിന് ദേഷ്യം വന്ന് സുധീഷിൻ്റെ കോളറിൽ കയറി പിടിക്കുമ്പോഴേക്കും സുധീഷ് അരുണിനെ തള്ളി മാറ്റുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് രാജീവനോട് പറയുന്നുണ്ട്, പുറത്തൊരു വണ്ടി കിടപ്പുണ്ടല്ലോ, നിൻ്റെയൊക്കെ ഗുണ്ടകളെ ഏർപ്പാടൊക്കെ വണ്ടി, അത് ഞാനങ്ങ് എടുത്തോട്ട് പോവുകയാണ്, നിനക്കൊക്കെ വേണമെങ്കിൽ അങ്ങ് തിരുവനന്തപുരത്തേക്ക് വന്ന് വാങ്ങിക്കുകയെന്ന്. അങ്ങനെ രാജീവന് സഹിക്ക വയ്യാതാവുമ്പോൾ സുധീഷിൻ്റെ കോളറിൽ പിടിച്ച് അവനെ കുത്തിപ്പിടിച്ച് പുറത്തേക്കാക്കുന്നുണ്ട്. എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, തൻ്റെ മകനുണ്ടല്ലോ, അവന് കിട്ടിയതൊന്നും പോരാന്ന് തോന്നുന്നു, ഇനി എന്നോട് കളിച്ചാൽ നിൻ്റെ മകൻ വിവരം അറിയും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവൻ പുറത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് സുഭാഷ് ചോദിക്കുകയാണ്, എടാ സുധീഷേ, നീ എവിടെയാണ് പോയത്? നിനക്ക് വീട്ടിൽ പോകണ്ടേ? നീ എന്തിനാ ഇപ്പോൾ പോയത്? വീണ്ടും അവരുമായിട്ട് അടിയുണ്ടാക്കാനാണോ? അയ്യോ അല്ല ഏട്ടാ, എനിക്കൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടിയിട്ട് പോയതാ. എന്തായാലും വാ. അപ്പോൾ സുഭാഷ് ഏട്ടാ, നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? ഒരു ടാക്സി വിളിക്കുകയാണെങ്കിൽ അതിലിപ്പോൾ നമുക്ക് 4 പേർക്കല്ലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ 5 പേരില്ലേ? അത് സാരമില്ലടാ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ. താക്കോല്, നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ആ സമയത്ത് സുഭാഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഈ വണ്ടിയില്ല അന്ന് എന്നെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയത് കാര്യമാണ് പറയുന്നത്, നമുക്കങ്ങ് പോവാം, അവന്മാർക്ക് വേണമെങ്കിൽ അവിടെ വന്ന് വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ വണ്ടിയിൽ എല്ലാവരും കയറി പോവുകയാണ്. പോകുന്ന വഴിക്ക് സുധീഷിൻ്റെ ദേഹത്തൊക്കെ ഒരു ബ്ലഡൊക്കെ കാണുന്ന സമയത്ത് നിധിക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. നിധി വീണ്ടും വീണ്ടും സുധീഷിനോട് മാപ്പ് പറയുന്നുണ്ട്, സുധീഷെ ക്ഷമിക്കണം, എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ വിചാരിച്ചിരുന്നത് അച്ഛന് നിങ്ങളോടുള്ള പിണക്കമൊക്കെ മാറിയിരുന്ന, അച്ഛൻ്റെ ഉള്ളിൽ സുധീഷിനോട് ഇത്രയും വലിയ പകയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സുഭാഷ് ഏട്ടാ, എന്നോട് ക്ഷമിക്കണം. അനിയന്മാരെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടക്കുന്നതാണ് സുഭാഷ് ഏട്ടൻ. എൻ്റെ അച്ഛൻ സുധീഷിനോട് പെരുമാറിയതിൽ ഞാൻ സുഭാഷ് ഏട്ടനോട് മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ സുഭാഷ് പറയാണ്, എന്താ മോളെ, നിനക്ക് വല്ലതും അറിയാമായിരുന്നു? നിൻ്റെ അച്ഛൻ ചെയ്തതിന് നീ എന്തിനാ ഇങ്ങനെ മാപ്പ് പറയുന്നത്? അതൊന്നും സാരമില്ല മോളെ, പോട്ടെ. എന്തായാലും അവൻ്റെ കയ്യിൽ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? പോട്ടെ, സാരമില്ല, അതെല്ലാം മറന്നുകളാം. എന്നാലും നീ ആ സൗഭാഗ്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഞങ്ങളെ കൂടെ ഞങ്ങളുടെ കൊച്ചു വീട്ടിലേക്ക് വന്നില്ലേ, അത് തന്നെ ഈ ഏട്ടന് വലിയൊരു സന്തോഷമാണ്. മോൾ ആ കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നു കളയണം. എന്നിട്ട് ചിരിയും തമാശയൊക്കെ നിറഞ്ഞ ആ പഴയ നിധിയാവണം. അത് കാണാനാണ് സുഭാഷ് ഏട്ടനും ഇഷ്ടം. അല്ലേടാ നികേഷേ എന്ന് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, പിന്നല്ലാതെ നിധിയേട്ടത്തി അങ്ങനെ ഇരിക്കുന്നത് കാണാനല്ലേ നമുക്കെല്ലാവർക്കും ഇഷ്ടം, അല്ലേ സുധീഷ് ഏട്ടാ? അപ്പോൾ സുധീഷും പറയാണ്, പിന്നല്ലേ, നിധിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതെല്ലാം സഹിച്ചത് എന്ന്. അപ്പോൾ നിധി സന്തോഷത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. സുധീഷും അതുപോലെ തന്നെയാണ്, നിധിയോടുള്ള പ്രണയം കൊണ്ട് അവളെ നോക്കി ചിരിക്കുകയാണ്. ആ സമയത്ത് ഇതൊക്കെ പുറകിലിരുന്ന് നികേഷും ഹരീഷും ഒക്കെ കാണുകയാണ്. അപ്പോൾ നികേഷ് പറയുകയാണ് ഹരീഷിൻ്റെ അടുത്ത്, ഹരിയേട്ടാ, നമുക്ക് അവരെ രണ്ടുപേരെയും പുറകിലാക്കാം, നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് കേട്ടോ, എനിക്കിത്തിരി ഫ്രണ്ടിലിരുന്നാൽ കൊള്ളാമെന്നുണ്ട്.
ഹരിയേട്ടൻ വണ്ടി ഓടിക്കോ, സുധീഷേട്ടന് സുഖമില്ലാത്തതല്ലേ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അതിനെന്താടാ, വാ നമുക്ക് ഫ്രണ്ടിലിരിക്കാം, ഏട്ടത്തി ഒന്ന് ബാക്കിലേക്ക് ഇരിക്കുമോ എന്ന് ചോദിച്ചിട്ട് നിധിയെ ബാക്കിലേക്ക് ഇരുത്തുകയും സുധീഷിനെയും വണ്ടിയിൽ നിന്ന് ഇറക്കി ബാക്കിലേക്ക് ഇരുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ കണ്ണാടിയിലെ കൂടെ നികേഷും ഹരീഷും ഒക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പുറത്ത് ഭാസ്കരൻ ഇരിപ്പുണ്ട്. ഭാസ്കരൻ സുധീഷിനെയൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആ ഇവനെ കണ്ടുപിടിച്ചോ, ഇവനിങ്ങ് എത്തിയോ? അത്രയും മാത്രം ചോദിച്ചിട്ട് വീണ്ടും പത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാസ്കരൻ. തിരിച്ച് അകത്തേക്ക് പോകുന്ന നികേഷ് സുധീഷിനോട് പറയുന്നുണ്ട്, ഇയാളൊരു തന്ത തന്നെയാണോ ഏട്ടാ? ഈ ഒരു മകനെ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് യാതൊരു കൂസലും ഇല്ലല്ലോ, ഇയാൾ എന്തൊരു സ്വഭാവമാണിത് എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്താടാ നീ ഇയാളെ ആദ്യമായിട്ട് കാണുകയാണോ? സ്വഭാവം നിനക്ക് അറിയാവുന്നുള്ളതല്ലേ? അങ്ങനെ ആരോടെങ്കിലും സ്നേഹത്തോടെ ശേഷമാണ് നിനക്കറിയാവോ ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇയാൾ എപ്പോഴും മദ്യപിച്ചും വഴക്കുണ്ടാക്കി നടക്കുന്നതല്ലാതെ സ്വബോധത്തോടു കൂടി ഇരുന്നൊരു ചരിത്രം നിനക്കറിയാമോ? ആ അത് ശരിയായിട്ടാ. അങ്ങനെ അവരെല്ലാവരും വീടിനകത്തിരിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഒരുപാട് ആർഭാടങ്ങളും കൊട്ടാരങ്ങളും ഒന്നും ഇല്ലെങ്കിലും സ്നേഹിക്കാൻ അറിയാവുന്ന കുറേ മനുഷ്യരുള്ള വീടല്ലേ നമ്മുടെ കിളിക്കോട്. ഇവിടേക്ക് വന്നപ്പോൾ തന്നെ മനസ്സിനെന്തോ വലിയൊരു സമാധാനം. ഇവിടെ വന്നേ പിന്നെയാണ് എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. മനുഷ്യരെ സ്നേഹിക്കാനും അവരുടെ സ്നേഹങ്ങൾ എന്താണെന്നും പണമൊന്നും ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊന്നും അല്ല എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് നിധി സുഭാഷിനോട് വീണ്ടും പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ എനിക്കറിയാം സുധീഷ് ചേട്ടനെയും ബാക്കി അനിയന്മാരെയും സുഭാഷ് ചേട്ടൻ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്ന്. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ സുധീഷിന് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ ഒരിക്കലും സുഭാഷ് ചേട്ടന് മറക്കാൻ കഴിയില്ല എന്നും എനിക്കറിയാം. സുഭാഷ് ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. അപ്പോൾ വീണ്ടും സുഭാഷ് പറയുന്നുണ്ട്, എന്താ മോളെ, ഏട്ടൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഏട്ടന് നിന്നോട് പരിഭവമോ പിണക്കോ ഒന്നുമില്ലാന്ന്. നീ പഴയ നമ്മുടെ നിധിയല്ലേ, ആ ഏട്ടൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് മനസ്സിൽ നീ വേറെ വിഷമങ്ങളോ ഒന്നും വെക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് സുഭാഷ് നേരെ ചെന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് തൻ്റെ അനിയനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ. എന്നിട്ട് നികേഷ് സുധീഷിനോട് ചോദിക്കുകയാണ്, സുധീഷ് ഏട്ടാ ആ പെട്ടിക്കകത്ത് സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു ഏട്ടാ, അത്രയും സ്വർണവും പണവും ഒക്കെ അവരുടെ കയ്യിലുണ്ടോ? അപ്പോൾ നിധി പറയുന്നുണ്ട്, ഉണ്ട് നിതീഷേ, കുറച്ചൊക്കെ അച്ഛൻ ഇതുപോലെയൊക്കെ കൊണ്ടുപോകുന്നത് എനിക്കറിയാം. അത് സാന്ദ്രയിടത്തി പറഞ്ഞിട്ടാണ് എനിക്കറിയാവുന്നുള്ളത്. അല്ലാതെ ആ വീട്ടിൽ കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ പോവാറില്ല. അത് അരുണേട്ടനും അച്ഛനും കൂടെ ചെയ്യുന്ന ബിസിനസ്സാണ്. ഇടയ്ക്കൊക്കെ ഇതുപോലെ അരുണേട്ടനാണ് കൊണ്ടുപോകാറുള്ളത്. അതേ ഏട്ടത്തി അത്രയും പണക്കാരനാണല്ലേ ഏട്ടത്തിയുടെ അച്ഛനും സഹോദരനും ഒക്കെ. അതിലെന്താടാ കാര്യം ഇരിക്കുന്നത്? എന്നിട്ട് അവരുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയില്ലേ, അത്ര പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാടാ ഉള്ളത് നികേഷേ? സുധീഷേട്ടൻ ഒരു കാര്യം അറിഞ്ഞോ? സുധീഷേട്ടൻ പണവും സ്വർണവുമായിട്ടൊക്കെ കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാനും 1% വരെ സുധീഷേട്ടൻ അങ്ങനെ ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നിധിയേട്ടത്തി ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഇല്ല സുധീഷ് അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന്. അപ്പോൾ നിധിയേട്ടത്തിക്ക് എന്താ ഏട്ടത്തി അങ്ങനെ പറയാൻ കാര്യം? സുധീഷ് ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഏട്ടത്തിക്ക് അത്ര ഉറപ്പായിരുന്നു ഏട്ടത്തി? ഇത് കേൾക്കുമ്പോൾ സുധീഷിന് വലിയ സന്തോഷമൊക്കെ ആവുകയാണ്. നിധിയുടെ മുഖത്ത് നോക്കി സുധീഷ് ചോദിക്കുന്നുണ്ട്, അതേയോ നിധി, അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടായിരുന്നോ? എന്നോട് അത്ര വിശ്വാസമാണോ നിധി നിനക്ക്? അപ്പോൾ നിധി പറയുന്നുണ്ട്, ആ ഞാൻ വിചാരിച്ചു സുധീഷ് അങ്ങനെയൊന്നും എടുക്കില്ല എന്ന്. ഇത്രയും പണവും സ്വർണമൊന്നും അങ്ങനെ സുധീഷ് മോഷ്ടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, അതേയോ നിധി, ഇതപ്പോൾ സ്വർണം തന്നെയാണോ? അല്ലാതെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് മുക്കുപണ്ടം തന്നുവിട്ടതായിരിക്കുമെന്ന്. അപ്പോൾ ഇത് ഒറിജിനൽ സ്വർണ്ണമാണോ? അതേ സുധീഷേ, എന്ത് പറ്റി, എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? അല്ല നിധി, ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കുറേ ഗോൾഡ് കോയിനൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിൽ നിന്ന് 2 ഗോൾഡ് കോയിൻ അങ്ങ് അടിച്ചു മാറ്റി. എന്നിട്ട് അതിനെ പോക്കറ്റിൽ നിന്നും നിധിയുടെ അടുത്ത് എടുത്ത് കാണിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ സുഭാഷ് ദേഷ്യപ്പെട്ടുകൊണ്ട് സുധീഷിനോട് പറയുന്നുണ്ട്, എന്ത് തെമ്മാടിത്തനോടാ നീ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ? ഒരു മോഷണം നടത്തുക എന്ന് പറഞ്ഞാൽ നീ അത്രയും വൃത്തികെട്ടവനാണോ? എന്താ സുധീഷ് നീ കാണിക്കുന്നത്? അല്ല ഏട്ടാ, അവന്മാരുടെ കയ്യിൽ നിന്നും ഞാൻ എന്തുമാത്രം അടി വാങ്ങി, എന്തെല്ലാം സഹിച്ച് ഞാൻ അവിടെ നിന്നു. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അതിനുള്ള ക്യാഷ് എവിടെ നിന്ന് കൊടുക്കും? അതുകൊണ്ട് അവരുടെ പോക്കറ്റിൽ തന്നെ കൈയിട്ട് ഞാൻ അങ്ങ് 2 ഗോൾഡ് കോയിൻ അടിച്ചു മാറ്റി. അത്രയല്ലേ ഗോൾഡ് കോയിൻ സുധീഷ് അടിച്ചു മാറ്റി എന്നൊക്കെ പറയുമ്പോൾ നിധിക്ക് വല്ലാതെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എങ്കിലും സുധീഷിൻ്റെ ആ ഒരു തമാശയൊക്കെ കേൾക്കുന്ന സമയത്ത് നിധിക്ക് ചിരി വരുന്നുണ്ട്. എന്നിട്ട് സുധീഷ് പതിയെ നിധിയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിധി ചിരിക്കുന്ന കാണുമ്പോൾ സുധീഷിന് വലിയ സന്തോഷമൊക്കെ ആവുകയാണ് കേട്ടോ.
അത് കഴിഞ്ഞതിന് ശേഷം നിധിയും പറയുകയാണ്, എങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാനും അവിടെ നിന്ന് ഒരു സാധനം എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ അന്തം വിട്ട് നിധിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. എന്താ ഏട്ടത്തി, എന്താ ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് ഏട്ടത്തി എന്താ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത്? അത് ഞാൻ കാണിച്ചു തരാം, ഒരു സാധനം ഞാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എന്താ വല്ല പണവും സ്വർണവും ഒക്കെ ആണോ നിധി അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത്? സുധീഷിനെ പോലെ ഞാൻ അങ്ങനെയൊന്നും അടിച്ചു മാറ്റാറില്ല കേട്ടോ. എനിക്ക് ആവശ്യമുള്ള 1-2 സാധനങ്ങൾ എടുത്തു. ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ ആധാറും പാസ്പോർട്ടും പാൻ കാർഡും അങ്ങനെയുള്ള എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു. അതൊക്കെയല്ലേ ഞാൻ ഒത്തിരി പ്രാവശ്യം അവരോട് ചെന്ന് ചോദിച്ചിട്ട് അവരെനിക്ക് തരാതെ വച്ചിരുന്നത്. ഇതിപ്പോൾ അവിടെ പോകാനൊരു അവസരവും കിട്ടി, എനിക്കിതിങ്ങ് കിട്ടുകയും ചെയ്തു. എന്തായാലും എൻ്റെ അച്ഛനും ഏട്ടനും അമ്മയും ഒക്കെ ചേർന്ന് സുധീഷിനോട് ഈ ക്രൂരത ചെയ്തില്ലേ. തിരിച്ച് ഞാൻ വിചാരിച്ചു എൻ്റെ സാധനങ്ങൾ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വരാമെന്ന്. നിധി ഇത് പറയുന്ന സമയത്ത് എല്ലാവരും വളഞ്ഞു നിന്ന് അവൾക്ക് കയ്യടി കൊടുക്കുകയാണ്. എന്നിട്ട് നികേഷ് പറയുന്നുണ്ട്, സൂപ്പർ ഏട്ടത്തി, സൂപ്പർ, എൻ്റെ ഏട്ടത്തി ഇപ്പോഴാണ് സൂപ്പറായത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിട്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് 2 പേര് വരുന്നത്. നികേഷ് അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയാണ്, ആരാ നിങ്ങൾ, എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അരുൺ പറഞ്ഞു വിട്ടതാണ്, ഞങ്ങളുടെ കാറാണിത്, ഞങ്ങൾക്കിത് തിരിച്ചു വേണമെന്ന്. അങ്ങനെ നികേഷ് അകത്ത് പോയി സുധീഷിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ പുറകിൽ നിധിയും വരുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ആരാടാ നീ? അത് അരുൺ സാറ് പറഞ്ഞു വിട്ടിട്ട് ഈ കാർ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അരുൺ സാറ് പറഞ്ഞു വിട്ടിട്ട് ഈ കാർ എടുക്കാൻ വന്നതാണെന്നോ? ഞങ്ങളിപ്പോൾ വന്ന് കയറിയതേലേ ഉള്ളൂ, അതിൻ്റെ പുറകെ നീയൊക്കെ കാർ എടുക്കാൻ വന്നോ? അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച സമയത്ത് നീയൊക്കെ ഞങ്ങളുടെ പിറകെ ഫോളോ ചെയ്ത് വന്നിരുന്നു അല്ലേ? നീയൊക്കെ അപ്പോൾ ഗുണ്ടകളാണല്ലേ എടാന്ന് പറഞ്ഞ് ഇങ്ങനെ കഴുത്തിന് കുത്തി പിടിക്കുന്ന സമയത്ത് ഗുണ്ടകൾ പറയുന്നുണ്ട്, ഞങ്ങളല്ല, ഞാൻ തെറ്റുകാരനല്ല, എന്നെ അരുൺ സാറ് പറഞ്ഞു വിട്ടതാണ്, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നിധി പറയുന്നുണ്ട്, നീയൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങൾ കാറ് മോഷ്ടിച്ചു എന്ന് വിചാരിച്ചിട്ടാണോ? നീ നിന്റെ സാറിനോട് ചെന്ന് പറഞ്ഞേക്ക്, അവരുടെ സ്വഭാവം ഞങ്ങൾക്കില്ല എന്ന്. അങ്ങനെ അവരോട് ദേഷ്യപ്പെട്ടതിന് ശേഷം സുധീഷിൻ്റെ അടുത്ത് പറയുകയാണ്, സുധീഷെ കൊടുത്തേക്ക്, എന്തിനാ നമുക്ക് അവരുടെ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞിട്ട് സുധീഷിൻ്റെ കയ്യിൽ നിന്നും താക്കോല് വാങ്ങി ആ ഗുണ്ടകൾക്ക് കൊടുക്കുകയാണ്. നിധി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സുധീഷിന് വല്ലാത്തൊരു ആശ്ചര്യമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് സുധീഷ് നികേഷിനോട് പറയുന്നുണ്ട്, കേട്ടോടാ അവൾ പറഞ്ഞത്, നമ്മുടെ വീട്, നമ്മുടെ ആൾക്കാർ, അവൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയടാ. അവൾ അച്ഛനെയും അമ്മയെയും ഏട്ടത്തെയും ഏട്ടനെയും ഒക്കെ കാലും ഇപ്പോൾ നമുക്ക് ഒരുപാട് പ്രാധാന്യം തരുന്നുണ്ട്. അവളുടെ അച്ഛനെയും അമ്മയും ഏട്ടനെയും ഏട്ടത്തെക്കാളും കൂടുതൽ അവൾ സ്നേഹിക്കുന്നുണ്ടടാ. ആ സമയത്ത് ഒന്ന് പോവേട്ടാ എന്ന് പറഞ്ഞ് നികേഷ് സുധീഷിൻ്റെ ദേഹത്തേക്ക് ഒന്ന് തട്ടുമ്പോൾ സുധീഷ് അയ്യോ എന്ന് വിളിക്കുകയാണ്. ആ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സുധീഷെ, എന്ത് പറ്റി, ദേഹം വേദനിക്കുന്നുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി കാണിക്കാം. നികേഷെ, നിൻ്റെ ഏട്ടനോട് ഒന്ന് പറയേ, ഒന്ന് ഹോസ്പിറ്റലിൽ പോവാന്ന് കാണിക്കാമെന്ന് പറ നികേഷെ. അപ്പോൾ സുധീഷ് പറയാണ്, എന്താ നിധി ഇത്, എനിക്ക് യാതൊരു കുഴപ്പമില്ല, നീ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അയ്യേ ഇത്രയേ ഉള്ളൂ നീ? നിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിനക്ക് ഒരുപാട് ധൈര്യമൊക്കെ ഉണ്ടെന്നാണല്ലോ. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, കളിയാക്കണ്ട, ഞാനൊന്ന് സ്നേഹം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്ന സമയത്ത് സുധീഷിൻ്റെ മനസ്സിലിങ്ങനെ ഒരുപാട് സന്തോഷവും പ്രണയവും ഒക്കെ തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ നികേഷിനെ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, കണ്ടോടാ, അവൾക്കിപ്പോൾ എന്നോട് പ്രണയമുണ്ട് കേട്ടോ, അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ അത് കേട്ടില്ലേ അവൾ എന്താ പറഞ്ഞതെന്ന്? എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഒന്ന് പോയേട്ടാ, ഏട്ടത്തി അത് വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഏട്ടൻ അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു, ഏട്ടൻ്റെ ഒരു കാര്യം. അപ്പോൾ സുധീഷ് പറയാണ്, ഒന്ന് പോടാ, അവൾ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, എനിക്കറിയാം, അവളുടെ കണ്ണുകളൊന്ന് നോക്കി കഴിയുമ്പോൾ എനിക്കറിയാം അവളുടെ ഉള്ളിലിപ്പോൾ പ്രണയമുണ്ട്, അവൾ അതുകൊണ്ടാണ് എന്നോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത്. എനിക്കറിയാം, നിധി ആദ്യം അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധയുണ്ട്, അവൾക്ക് എന്നെ ഇഷ്ടമാണടാ, നീ നോക്കിക്കോ. എല്ലാവരും കല്യാണത്തിന് മുമ്പാണ് ഒളിച്ചും പാത്തും ഒക്കെ പ്രണയിക്കുന്നത്, ഇതിപ്പോൾ നമ്മളാണെങ്കിലും നോക്കിക്കോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ പ്രണയിക്കും, അതിനും ഒരു ഭാഗ്യം വേണം കേട്ടോ. ഇനി ഞങ്ങളെ ആരെയും കുറ്റം പറയില്ലല്ലോ, ഞങ്ങൾ ഒളിച്ചും പാത്തും ഒക്കെയാണ് പ്രണയിക്കുന്നതിന്. കല്യാണം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആരെയും പേടിക്കാനുമില്ല. നമ്മളുടെ പ്രണയം കാണുമ്പോൾ നീ നോക്കിക്കോ, നിനക്ക് അസൂയ തോന്നും, അസൂയ. അപ്പോൾ ഹരീഷ് പറയാണ്, ഓ ശരി ഏട്ടാ, ശരി, അങ്ങനെ നടന്നാൽ മതിയായിരുന്നു, ഇതൊക്കെ വെറും വ്യാമോഹം ആവരുതേ എന്ന് പറയുമ്പോൾ നിധി അവിടേക്ക് വന്ന് ചോദിക്കുകയാണ്, എന്താടാ, എന്താ എൻ്റെ പേരൊക്കെ ഇടക്ക് പറയുന്ന ഏട്ടല്ലോ. സുധീഷ് പറയുന്നുണ്ട്, ഒന്നുമില്ല നിധി, ഒന്നുമില്ല. സുധീഷ് വെറുതെയാണ് പറഞ്ഞത് എങ്കിലും നിധിയുടെ മനസ്സിൽ സുധീഷിനോട് പ്രണയം തോന്നുന്നുണ്ട് കേട്ടോ. തനിക്ക് വേണ്ടിയിട്ടാണ് രാജീവിൻ്റെയും അരുണിൻ്റെയും ഹേമയുടെയും ആ വീട്ടിലുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും അവഗണന സഹിച്ച് സുധീഷ് അവിടെ നിന്നെന്നൊക്കെ അറിയുമ്പോൾ നിധിക്ക് സുധീഷിനോട് പ്രണയം തോന്നുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും